Hi everybody, AEC, English Language Skills for Commerce and Management, Semester 1st, University of Calicut. So today in this paper, we are going to discuss the chapter, A Telephonic Conversation. A Telephonic Conversation is a chapter that written by Mark Twain, notable American writer. സോ അമേരിക്കൻ റൈറ്ററായിട്ടുള്ള മാർക്ക് ട്വെയിൻ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന ടെലഫോണിക് കോൺവെർസേഷൻ. എന്താണ് ഇനി ഇതിൽ പറഞ്ഞു വെക്കുന്ന കാര്യം? പേരിൽ പറയുന്നത് പോലെ തന്നെ ഒരു ടെലഫോൺ, അതായത് ആദ്യകാലങ്ങളിൽ ഈ ടെലഫോണൊക്കെ വന്ന സമയത്ത് അത് പലപ്പോഴും ഭയങ്കര വണ്ടറായിരുന്നു, ക്യൂരിയസ് ആയിരുന്നു, അതുപോലെ തന്നെ കോമിക്കായിരുന്നു. കാരണം ടെക്നോളജി വികസിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ടെലഫോണിന് അതിൻ്റേതായുള്ള പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇന്ന് നമുക്ക് ഫോണുണ്ട്, സ്മാർട്ട് ഫോണുണ്ട് കയ്യിൽ. ആ സ്മാർട്ട് ഫോണും പണ്ട് ജാമ്പവാൻ്റെ കാലത്ത് കണ്ടുപിടിച്ചിരുന്ന ടെലഫോണും തമ്മിൽ എത്രയോ വ്യത്യാസങ്ങളുണ്ട്. അത് വലുപ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. അപ്പോൾ ആ പോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാലത്ത് ഈ ടെലഫോൺ വന്ന സമയത്ത് ഒരു ടെലിഫോണിക് കോൺവെർസേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫണ്ണായൊരു എലമെൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം വരുന്നത്, ഒരു ക്ലിയറായിട്ട് കേൾക്കുന്നില്ല. അതുമാത്രമല്ല, ഈ ലേഡി എപ്പോഴും എന്താ പറയുക, അങ്ങോട്ടേക്ക് ഒത്തിരി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പുറത്തുള്ള ആൾക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് സംസാരിക്കാനൊരു അവസരം പലപ്പോഴും കിട്ടുന്നില്ല. ഒരു ചാറ്റർ ബോക്സ് പോലെ ഒരു ലേഡി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പല വേർഡ്സുകളും പല കാര്യങ്ങളും എക്സാജറേറ്റ് ചെയ്യപ്പെടുന്നു, വ്യക്തമായിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ അതാണല്ലേ ഇതാണല്ലേ എന്നുള്ള പറഞ്ഞ രീതിയിൽ ലേഡി മറുപടികൾ പറയുന്നു, ലേഡി കുറേ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫൺ എലമെൻറ്റോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു കോൺവേഴ്സേഷൻ, ഒരു ടെലഫോണിക് കോൺവേഴ്സേഷൻ, അതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay, now let's discuss the story, A Telephonic Conversation. So here is the brief note. Let's see. First of all, beginning of the scene. എങ്ങനെയാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്? The narrator is sitting in an office when a telephone call comes for someone named Mr. Bagley. അപ്പോൾ നെറേറ്റർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോൾ വരുന്നു, ഫോൺ കോൾ വരുന്നു. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? സംവൺ നെയ്മഡ് മിസ്റ്റർ ബാഗ്ലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മിസ്റ്റർ ബാഗ്ലിയെ കണക്ട് ചെയ്യാനായിട്ടൊരു കോൾ വരുന്നു. The narrator connects the call and listens to what happens. അപ്പോൾ നെറേറ്റർ ആ കോൾ കണക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അദ്ദേഹം കേൾക്കുന്നുണ്ട്, അവരുടെ സംഭാഷണം കേൾക്കുന്നുണ്ട്. ഇവിടെയുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് വൺ സൈഡഡ് കോൺവെർസേഷൻ മാത്രമേ നെറേറ്റർ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ന് നമുക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട്. പണ്ടൊരു കാലത്ത് ഫോൺ എന്ന് പറയുന്നത് അതിനൊത്തിരി അപര്യാപ്തതകളുണ്ടായിരുന്നു, കുറേയധികം ഡീമെറിറ്റ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ കോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് വൺ സൈഡഡ് കോൾ മാത്രമേ, വൺ സൈഡ് ഒരു സൈഡിൽ നിന്നുള്ള ഒരാൾ സംസാരിക്കുന്നത് മാത്രമേ കേൾക്കുള്ളൂ. മറ്റേ സൈഡിലുള്ള ആൾ എന്താണ് പറയുന്നത് അത് ഈ കണക്ട് ചെയ്യുന്ന ആൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നെറേറ്ററിന് ഒരു സൈഡ് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ദ നെറേറ്റർ ഹിയേഴ്സ് ഓൺലി വൺ സൈഡ് ഓഫ് ദ ടെലഫോൺ ടോക്ക്, ദ വുമൺസ് വോയിസ്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ ഒരു സൗണ്ടാണ്, ആ സ്ത്രീ സംസാരിക്കുന്നത് മാത്രമാണ് നെറേറ്റർ കേൾക്കുന്നത്. ബിക്കോസ് ടെലഫോൺസ് ഓഫ് ദാറ്റ് ടൈം, ആ കാലത്തെ ടെലഫോണുകൾ ദാറ്റ് വാസ് നോട്ട് അലൗഡ് പീപ്പിൾ ടു ഹിയർ ഓൺലി വൺ അലൗഡ് പീപ്പിൾ ടു ഹിയർ ഓൺലി വൺ എൻഡ് ഓഫ് ദ ലൈൻ. അതായത് ആ കാലത്തെ ഫോണുകൾ എന്ന് പറയുന്നത് ഒരു സൈഡിലുള്ള ഒരാൾ സംസാരിക്കുന്നത് മാത്രമേ കേൾക്കുമായിരുന്നുള്ളൂ. ഈ കണക്ട് ചെയ്യുന്ന ആൾക്ക് അത് മാത്രമേ കേൾക്കുമായിരുന്നുള്ളൂ. മറ്റേ സൈഡിൽ പറയുന്ന ആൾ എന്താണോ പറയുന്നത് അത് കേൾക്കാൻ പറ്റില്ലായിരുന്നു. ദിസ് മേക്സ് ദ കോൺവെർസേഷൻ സൗണ്ട് കൺഫ്യൂസിങ് ആൻഡ് ഫണ്ണി. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ ഈ ഒരു കോൺവെർസേഷനെ കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടും ഫണ്ണി ആയിട്ടും ഒക്കെ നമ്മുടെ നെറേറ്ററിന് ഫീൽ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നെറേറ്റർ ഒരു സൈഡിൽ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ, മറ്റേ ആളെന്താ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. Then description of the telephone talk. The narrator humorously describes telephone talk as the curiosity of all curious things in the world. So narrator തമാശ രൂപേണ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു ടെലിഫോൺ ടോക്ക് എന്ന് പറയുന്നത് ക്യൂരിയസ്റ്റ് ആണ്. ദ ക്യൂരിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിചിത്രമായത്. ഓഫ് ഓൾ ക്യൂർ തിങ്സ് ഇൻ ദ വേൾഡ്, അതായത് ഈ ലോകത്തിലെ വിചിത്രമായ കാര്യങ്ങളിൽ ഏറ്റവും വിചിത്രമായ ഒന്നാണ് ഈ ടെലിഫോൺ കോൾ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആ ഒരു കാലത്തൊക്കെ ടെലിഫോൺ എന്ന് പറയുന്നത് ആൾക്കാർക്കൊരു ക്യൂരിയസ് ആയിരുന്നു, ഒരു വണ്ടറായിരുന്നു. കാരണം ഒരു വശത്തെ ആൾക്ക്, ഒരു സ്ഥലത്തെ ആൾക്ക് വേറെ ഒത്തിരി കിലോമീറ്ററുകൾ താണ്ടി അപ്പുറത്തുള്ള ഒരാളുമായിട്ട് ഒരേ സമയം സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വണ്ടറായിരുന്നല്ലോ ആ കാലത്ത്. ദർ ആർ ലോങ് പോസസ്. അതുമാത്രമല്ല, ഫോൺ സംസാരിക്കുന്ന സമയത്ത് അവിടെയുള്ള ലോങ് പോസസ്, അതുപോലെ തന്നെ ഇറലവൻറ്റ് റിപ്ലൈസ് ആൻഡ് റാൻഡം ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ്, ഇതൊക്കെ കേട്ടിട്ട് നെറേറ്ററിന് ഇതൊരു ഫൺ ആയിട്ട് തോന്നുകയാണ്. ഈ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ ഒരു തമാശയായിട്ട് തോന്നുകയാണ്. ദെൻ ദ ലേഡീസ് കോൺവെർസേഷൻ.
ആ ലേഡി എന്തൊക്കെയാണ് പറയുന്നത്? ദ ലേഡി ഓൺ ദ ഫോൺ talks about many unrelated topics, recipes, sewing, Bible verses, fashion, visitors, prices of vegetables, and even children and candy. ഒത്തിരി ടോപ്പിക്കുകൾ ആ ലേഡി ഒത്തിരി ടോപ്പിക്കുകൾ ചാറ്റർ ബോക്സ് പോലെ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്. പറയുന്ന പോലെ ബോയ്സ് കുറച്ച് സംസാരിക്കുള്ളൂ, പക്ഷേ ഗേൾസ് ഒത്തിരി സംസാരിക്കും എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഒന്നും തേടി പോകുന്നില്ല ഞാൻ, ചുമ്മാ നമ്മൾ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആ ഒരു കാര്യം പോലെ ഇവിടെ ഈ ഒരു ലേഡി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ചാറ്റർ ബോക്സ് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ടോപ്പിക്കുകൾ അങ്ങനെ മാറ്റി അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നെറേറ്റർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള തമാശ നെറേറ്റർ ഇത് മാത്രമേ കേൾക്കുന്നുള്ളൂ, അതായത് അപ്പുറത്തെ ആളെന്താണോ പറയുന്നത് എന്നുള്ളത് കേൾക്കുന്നില്ല. ഷീ കീപ്സ് ചേഞ്ചിങ് ദ ടോപ്പിക് സഡൻലി വിച്ച് മേക്സ് ദ കോൺവെർസേഷൻ സൗണ്ട് നോൺ സെൻസിക്കൽ ആൻഡ് കയോട്ടിക്. അപ്പോൾ ഈ ഒരു സ്ത്രീ ടോപ്പിക് ഇങ്ങനെ മാറ്റി പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഈ ടോപ്പിക്കുകൾ മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ടോപ്പിക്ക് മാറി ഇങ്ങനെ പറയുന്നത് കൊണ്ട് വിച്ച് മേക്സ് ദ കോൺവെർസേഷൻ സൗണ്ട് നോൺ സെൻസിക്കൽ. ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഒരു അർത്ഥശൂന്യമായ ഒന്നായിട്ട് നെറേറ്ററിന് ഫീൽ ചെയ്യുകയാണ്, ഒരു നോൺസെൻസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ കയോട്ടിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൺഫ്യൂസിങ് ആയിട്ടുള്ള, ആകെ കുഴപ്പം പിടിച്ച ഒന്നായിട്ട് റൈറ്ററിന് തോന്നുകയാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് കൺഫ്യൂഷൻ. ഷീ ഓഫൺ മിസ്ഹിയേഴ്സ് വാട്ട് ദ അതർ പേഴ്സൺ സേസ്. അതുമാത്രമല്ല, പലപ്പോഴും ഈ ഒരു ലേഡി അപ്പുറത്തെ ആൾ എന്താണോ പറയുന്നത് അത് മിസ്ഹിയർ ചെയ്യുന്നുണ്ട്, അതായത് തെറ്റായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ അപ്പുറത്തെ ആളുടെ സൗണ്ട് കേൾക്കുന്നില്ലെങ്കിലും നെറേറ്ററിന് അത് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ സംസാരത്തിൽ നിന്നും. ഷീ ഓഫൺ മിസ്ഹിയേഴ്സ് വാട്ട് ദ അതർ പേഴ്സൺ സേസ്. ഫോർ എക്സാമ്പിൾ, കൺഫ്യൂസിങ് ബി ഫ്ലാറ്റ് വിത്ത് ദ ക്യാറ്റ്. അതായത് ബി ഫ്ലാറ്റ് എന്നുള്ളത് ദി ക്യാറ്റ് എന്നുള്ള രീതിയിൽ തെറ്റായിട്ട് ഇവർ എടുക്കുന്നു, തെറ്റായിട്ട് കേൾക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആ രീതിയിൽ ഒത്തിരി വേർഡ്സുകൾ മിസ്ഹിയർ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ്. ആൻഡ് ട്വെയിൻ യൂസസ് ദീസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ടു ക്രിയേറ്റ് ഹ്യൂമർ ആൻഡ് ഷോ ഹൗ ഏർലി ടെലഫോൺ യൂസേഴ്സ് സ്ട്രഗിൾഡ് ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. അപ്പോൾ ഈ ഒരു മിസ് ഹിയറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ലേഡിയുടെ ചെവിയുടെ പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ആ കാലത്തെ ടെക്നോളജിയുടെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ കാലത്തെ ഫോണുകളെന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല, ഒരു ലോ വോയിസ് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കഥയിൽ അദ്ദേഹം എന്ത് പറയുകയാണ്, ഏർലി ടെലിഫോൺ യൂസേഴ്സ് അവരുടെ ഒരു സ്ട്രഗിള്, അതായത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ക്ലിയർലി വ്യക്തമായിട്ട് കറക്റ്റായിട്ട് സ്പഷ്ടമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലുള്ള അവരുടെ ഒരു ബുദ്ധിമുട്ട്, അവരുടെ സ്ട്രഗിള്, അതും ഈ ഒരു കഥയിൽ ഫണ്ണിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെറേറ്റേഴ്സ് അമ്യൂസ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ നെറേറ്റർ ആകെ വണ്ടടിച്ച് നിൽക്കുകയാണ്. ദ നെറേറ്റർ സൈലൻ്റ്ലി ഒബ്സേർവ്സ് ദ അബ്സേർഡിറ്റി ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ഫൈൻഡ്സ് ഇറ്റ്സ് വെരി അമ്യൂസിങ്. അപ്പോൾ ഈ ഒരു കോൺവേഴ്സേഷൻ ഇങ്ങനെ കേട്ടിട്ട്, അതും ഒരു വൺ സൈഡിൽ നിന്നുള്ള ഈ ഒരു കോൺവേഴ്സേഷന്, അതും ബ്ലണ്ടർ മിസ്റ്റേക്കുകളും അതുപോലെ തന്നെ മാറ്റി പറയുന്ന ടോപ്പിക്കുകളും ചാറ്റർ ബോക്സ് പോലെ പറയുന്ന രീതിയും അതൊക്കെ കേട്ട് ആകെ വണ്ടറടിച്ച് അമ്യൂസായിട്ട് നിൽക്കുകയാണ് ഈ നെറേറ്റർ, കോൾ കണക്ട് ചെയ്ത നെറേറ്റർ. ആൻഡ് ഹീ കൊമെൻറ്റ്സ് ദാറ്റ് വിമൻ ഓഫൺ സ്പീക്ക് ലൗഡ്ലി ആൻഡ് ഇമോഷണലി ഓൺ ദ ഫോൺ. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു അഭിപ്രായം പറയുന്നുണ്ട്, ഈ സ്ത്രീകളെന്ന് പറയുന്നത് ഫോണിൽ ഒച്ചത്തിൽ സംസാരിക്കുകയും അതേപോലെ തന്നെ കൂടുതൽ ഇമോഷണലി ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും എന്ന് പറയുകയാണ്. ദെൻ ഹ്യൂമറസ് എൻഡിങ്. ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ദ ലേഡി റിപ്പീറ്റഡ്ലി സേസ് ഗുഡ് ബൈ മെനി ടൈംസ്. അപ്പോൾ ഒത്തിരി തവണ എന്നാൽ ശരിയിട്ട് ഫോൺ വെക്കുകയാണെന്നുള്ള രീതിയിൽ ഗുഡ് ബൈ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, പക്ഷേ ഫോൺ വെക്കുന്നില്ല, വീണ്ടും സംസാരം തുടരുകയാണ്. മെനി ടൈംസ് ബട്ട് നെവർ ആക്ച്വലി എൻഡ്സ് ദ കോൾ, ഷോവിങ് ഹൗ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു സ്റ്റോപ്പ് ടോക്കിംഗ് വൺസ് ദേ സ്റ്റാർട്ട്. അപ്പോൾ ഒരാൾ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, വിളിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിർത്തുക എന്ന് പറയുന്നത്, അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്താനുള്ളൊരു ബുദ്ധിമുട്ട്, അതിനെക്കുറിച്ചിട്ടും ഇതിൽ വളരെ ഫണ്ണിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് അപ്പുറത്തെ സൈഡിലുള്ള ആളുടെ ഒരു അവസ്ഥ അതൊക്കെ നെറേറ്റർ ആലോചിക്കുന്നുണ്ട്. മെയിൻ ഐഡിയ എന്താണ്, ഈ ഒരു കഥയുടെ മെയിൻ ഐഡിയ അതല്ലെങ്കിൽ തീം എന്ന് പറയുന്നത്, ട്വിൻ ഈസ് മേക്കിംഗ് ഫൺ ഓഫ്, അതായത് ഭയങ്കര തമാശയായിട്ട് അദ്ദേഹം ഒരു കാര്യത്തിന് പ്രസൻറ്റ് ചെയ്യുകയാണ്. എന്തിന്? ദ ഓക്വാർഡ്നെസ് ഓഫ് ഏർലി ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ. അതായത് ആദ്യകാലങ്ങളിൽ ടെലിഫോണൊക്കെ വന്ന സമയത്തുള്ള ആ ഒരു ഓക്വാർഡ്നെസ് ഉണ്ടല്ലോ, ആ ഒരു അത്ഭുതവും വണ്ടറും ക്യൂരിയസും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഫീൽ, അതുപോലെ തന്നെ ഹ്യൂമൻ ഹാബിറ്റ്സ് ഓഫ് ഗോസിപ്പ് ആൻഡ് മീനിങ്ലെസ് ചാറ്റർ. പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും എക്സാജറേറ്റ് ചെയ്ത് ഗോസിപ്പായിട്ട് പറയുന്നത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്, എല്ലാവരുടെയും അല്ല, ചിലരുടെ. ആൻഡ് മീനിങ്ലെസ് ചാറ്റർ, പലപ്പോഴും ഒരു അർത്ഥവുമില്ലാതെ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ലൈക്ക് ചാറ്റർ ബോക്സ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതിനൊക്കെ വളരെ തമാശ രൂപേണ അദ്ദേഹം ഈ ഒരു സ്റ്റോറിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
and the story shows how technology mean to improve communication can sometimes make it more confusing and funny instead. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കാലത്തെ ടെക്നോളജി ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ആ ടെക്നോളജിക്ക് അന്നത്തെ ടെക്നോളജിക്ക് പിന്നീട് ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമുക്കറിയാം. അപ്പോൾ എത്രത്തോളം അന്തരം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാലത്ത് ടെക്നോളജിക്ക് വന്ന സമയത്തുള്ളൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് അതൊക്കെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫണ്ണി ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു സ്റ്റോറിയാണ് എ ടെലഫോണിക് കോൺവെർസേഷൻ. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട് ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ആ ഒരു കാലത്ത്, പണ്ടത്തെ ഒരു കാലത്ത് ടെക്നോളജിക്കുള്ള പോരായ്മകൾ അതൊക്കെ വളരെ ഫൺ എലമെൻ്റ് ആയിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് കോൺവെർസേഷനൊക്കെ വളരെ ഫൺ എലമെൻറ്റോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു കൊച്ചു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഈ പഠിച്ച ടെലഫോണിക് കോൺവെർസേഷൻ. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ, ബൈ ഓൾ. താങ്ക് യു.